ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കാന്താര ചാപ്റ്റർ 1 എന്നുള്ള ചിത്രം വലിയ വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും പലർക്കും ഈ ചിത്രം ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ചിത്രത്തിന്റെ കഥ അത്ര നല്ല രീതിയിൽ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം ആദ്യ സിനിമയെ അപേക്ഷിച്ച് ഈ സിനിമയുടെ കഥ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരുന്നു അവർ അവതരിപ്പിച്ചിരുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതും സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കഥയിലെ പ്രധാന കാര്യങ്ങളെല്ലാം അതിന്റെ ഓർഡർ അനുസരിച്ച് എല്ലാവർക്കും മനസ്സിലാകാൻ കഴിയുന്ന രീതിയിൽ അവതരിപ്പിച്ച് പോവുക എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. സിനിമയിൽ കദംബർ എന്നൊരു കൂട്ടരെ പറ്റി പറയുന്നുണ്ട്. ഈ കദംബർ എന്ന് പറയുന്നത് കർണാടകയിൽ ഉണ്ടായിരുന്ന വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപരായിരുന്നു. ഈ കദംബറിന്റെ കീഴിൽ വരുന്ന ഒരു ചെറിയ നാട്ടുരാജ്യം പോലെയാണ് ഈ ബാങ്ക്ര കാണിച്ചിരിക്കുന്നതും അവിടുത്തെ രാജാക്കന്മാരെയെല്ലാം കാണിച്ചിരിക്കുന്നതും. അതായത് നമ്മൾ പൊന്നിയൻ സെൽവൻ സിനിമയിൽ കണ്ടിരിക്കുന്നത് പോലെ ചോള സാമ്രാജ്യം എന്ന് പറയുന്നത് വലിയ പല സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യമാണെന്നും അതിൽ തന്നെ പല സ്ഥലങ്ങളും പലർക്കായി വീതിച്ചു കൊടുത്ത് അവർ അവിടെ ഭരണം നടത്തി വരികയാണ് എന്നതുപോലെ ഇത്തരത്തിൽ ഈ കദംബറിന്റെ കീഴിൽ വരുന്ന ഒരു ചെറിയ സ്ഥലം മാത്രമായിരുന്നു ബാങ്ക്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബാങ്ക്രയിൽ ആ ഒരു അമ്പലത്തിന്റെ പണി നടക്കുന്ന സമയത്ത് കദംബറിന്റെ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നതായി കാണിക്കുന്നതും വിഗ്രഹം സ്ഥാപിച്ചു പോയതിനു ശേഷം കദംബർ സമ്മാനം കൊടുത്തിട്ടുണ്ടെന്നെല്ലാം പറയുന്നതും. ഇനി ഇതുപോലെ സിനിമയിൽ വന്നിരിക്കുന്ന മറ്റ് രണ്ട് പ്രധാന കാര്യങ്ങളാണ് കാന്താരയിലുള്ള ആളുകളും കടപ്പ ദിക്കിലുള്ള ആളുകളും. ഈ കാന്താരയിലുള്ള ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ദുർമന്ത്രവാദങ്ങളും മറ്റും നടത്തി ദൈവത്തെ അടിമകളാക്കി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കടപ്പ ദിക്കിലുള്ളവർ. ഇങ്ങനെ 4 പ്രധാന കൂട്ടരാണ് സിനിമയിലുള്ളത്. ഇതിൽ കാന്താരയിലേക്കാണ് ആ ദൈവഗണങ്ങളെല്ലാം വന്ന് പതിക്കുന്നത്. അതിൽ വരാഹരൂപിയായിട്ടുള്ള പഞ്ചുർലി, കാളയുടെ രൂപമുള്ള നന്ദികോണ, പുലിയുടെ രൂപമുള്ള പിലിച്ചാമുണ്ടി, കൂടാതെ സിനിമയിൽ രൂപമില്ലാത്ത അവസ്ഥയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ആരുടെ ദേഹത്താണോ കയറുന്നത് അവരുടെ രൂപമായി മാറുന്ന രീതിയിൽ കാണിച്ചിട്ടുള്ള ഗുളികനും സിനിമയുടെ അവസാനത്തിൽ വരുന്ന ചാമുണ്ടിയും. ഇങ്ങനെ 5 ദൈവഗണങ്ങളെ കുറിച്ചാണ് സിനിമയിൽ പറയുന്നത്. ഇതുകൊണ്ടാണ് കാന്താരയിലുള്ളവർ 5 കല്ലുകളെ ആരാധിക്കുന്നതായി കാണിച്ചത്. ശിവനുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കഥയിൽ ഗുളികൻ ശിവൻ പുഴയിലേക്ക് എടുത്തെറിഞ്ഞ ഒരു കല്ലിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ടാണ് വൈദ്യ എന്ന പെൺകുട്ടിക്ക് പുഴയിൽ നിന്ന് ഒരു കല്ല് ലഭിക്കുന്നതായും അവരതിനെ ആരാധിക്കാനായി എടുക്കുന്നതായും കാണിക്കുന്നത്. എന്നാൽ ആ കല്ല് അവർ എടുക്കുന്ന സമയത്ത് ബാങ്ക്രയിലുള്ള ദുഷ്ടനായിട്ടുള്ള ആ രാജാവ് അങ്ങോട്ടേക്ക് വരികയും ഇവരിൽ പലരെ കൊല്ലുകയും അതുകൊണ്ട് തന്നെ ആ കല്ല് കാന്താരയിലുള്ളവർ അവിടെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്നു. പിന്നീട് രാജാവ് സമുദ്രസ്നാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മായാരൂപൻ എന്ന കൊരഗജ്ജ അവിടേക്ക് എത്തപ്പെടുകയും മായാരൂപനിൽ നിന്നും കാന്താരയിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളെ കുറിച്ച് അറിയുന്ന രാജാവ് കാന്താരയിലേക്ക് എത്തുകയും മായാരൂപൻ അപ്രത്യക്ഷനായി പോവുകയും രാജാവ് അവിടെയുള്ളൊരു മരത്തിന് തീ വയ്ക്കുകയും പെട്ടെന്ന് രൂപമില്ലാത്ത അവസ്ഥയിൽ ഗുളികൻ വന്നുകൊണ്ട് രാജാവിനെ കൊല്ലുകയും ആ കിണറ്റിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. സോ ആ സമയം രാജാവിന്റെ മകനായിട്ടുള്ള ജയറാമിന്റെ കുട്ടിയായിട്ടുള്ള ക്യാരക്ടർ അവിടെ നിന്ന് എങ്ങനെയെല്ലാമോ രക്ഷപ്പെട്ടു പോവുകയും ഒടുവിൽ കടപ്പാദിക്കിലുള്ള ആൾക്കാരുടെ കയ്യിൽ എത്തപ്പെടുകയും ചെയ്യുന്നു. ഈ കുട്ടിയിൽ നിന്ന് കടപ്പാദിക്കിലുള്ള ആൾക്കാർ കാന്താരയെ കുറിച്ച് അറിയുകയും പിന്നീട് ഈ കുട്ടിയെ അവർ കൊട്ടാരത്തിൽ കൊണ്ടെത്തിക്കുകയും ഈ കുട്ടി വളർന്നു വലുതായി ജയറാമിന്റെ ക്യാരക്ടറായി മാറുകയും രാജാവായി മാറിയതിനു ശേഷം ആദ്യം തന്നെ കാന്താരയിലുള്ള ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായി ഒരു വലിയ ചുറ്റുമതിൽ പണിയുകയും ചെയ്യുന്നു. ഇതേ സമയം കടപ്പാദിക്കിലുള്ള ആൾക്കാർ ആ കുട്ടിയിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കാന്താരയിലേക്ക് വരികയും തങ്ങളുടെ സ്ഥലമെല്ലാം വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയെന്നും അഭയം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും കാന്താരയിലുള്ള ആൾക്കാർ അവർക്ക് അവിടെ ഇടം കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ കടപ്പാദിക്കിലുള്ള ആൾക്കാർ വന്നിരുന്നത് ദൈവങ്ങളെയെല്ലാം അടിമകളാക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ അവർ തേവാങ്ങിന്റെ കണ്ണീർ ചാലിച്ചുകൊണ്ട് ദുർമന്ത്രവാദങ്ങളും മറ്റും നടത്തുകയും അതിന്റെ ഫലമായി കാന്താരയിൽ പല മൃഗങ്ങളും മറ്റും ചത്തൊടുങ്ങുകയും കാന്താരയിലുള്ള ആൾക്കാർ ഇതിന്റെ ദേഷ്യത്തിൽ കടപ്പാദിക്കിലുള്ള ആൾക്കാരുമായി വഴക്കുണ്ടാവുകയും ഈ സമയം പിലിച്ചാമുണ്ടിയായിട്ടുള്ള പുലിദൈവം അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് കടപ്പാദിക്കിലുള്ള ആൾക്കാരുടെ നേതാവിനെ കൊല്ലുകയും അതിനുശേഷം ഒരു ദിഗ്ബന്ധനം അതിലൂടെ ഉണ്ടാവുകയും കടപ്പാദിക്കിലുള്ള ആൾക്കാരും കാന്താരയിലുള്ള ആൾക്കാരും കണക്ട് ആകാതെ ഇരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്ന സമയത്താണ് ജയറാമിന്റെ ക്യാരക്ടറിന് ആ ഒരു പെൺകുട്ടി, രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നത്. ഈ കുട്ടി ജനിക്കുന്ന സമയത്ത് അവളുടെ കൈകാലുകൾക്ക് ചലനമില്ല. അതുകൊണ്ട് തന്നെ കടപ്പാദിക്കിലുള്ള ആൾക്കാർ വന്നുകൊണ്ട് അവരുടെ മുലപ്പാൽ കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടിക്ക് ജീവൻ കൊടുക്കുന്നു. ഓൾറെഡി തന്നെ ഈ ജയറാമിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ബാങ്ക്രയിലുള്ള മിക്ക ആൾക്കാരും ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ആ സമയത്താണ് ആ പരമ്പരയിലുള്ള ഈ പെൺകുട്ടിക്ക് കടപ്പാദിക്കിലുള്ള ദുർമന്ത്രവാദികളായിട്ടുള്ള ആൾക്കാർ മുലപ്പാലും മറ്റും കൊടുക്കുന്നത്. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ പൂർണ്ണമായിട്ടും ഒരു ദുഷ്ടയായി മാറുന്നു. ഇതേ സമയം തന്നെ കാന്താരയിൽ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഗുളികൻ വന്നു വീണു ഉണ്ടായിട്ടുള്ള ആ ഒരു കിണറ്റിൽ ബെർമി ജനിക്കുന്നു. ആ സമയം പുലിദൈവം അവിടെ ഉള്ളതായിട്ടും കാണിക്കുന്നു. പിന്നീട് വർഷങ്ങൾ കടന്നു പോകുന്നു. നമ്മൾ പ്രസന്റിൽ കാണുന്നത് പോലെ ജയറാമിന്റെ മകൻ ക്യാരക്ടർ രാജാവായി മാറുന്നു. ആ കൂട്ടർ കാന്താരയിലേക്ക് വേട്ടയ്ക്കായി മറ്റും വരുന്നു.
അതിലൂടെ കാന്താരയിലുള്ള ആൾക്കാർ കൊട്ടാരത്തിന്റെ ഭാഗത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് തങ്ങളുടെ കാട്ടിലുള്ള ആ ഒരു സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും മൂന്നായി വീതിച്ചുകൊണ്ട് ഒന്ന് അവരെടുക്കുകയും മറ്റൊന്ന് ദൈവങ്ങൾക്ക് കൊടുക്കുകയും മൂന്ന് കാടിന്റെ അതിർത്തിയിൽ ബ്രഹ്മരക്ഷസ് വന്ന് എടുക്കും എന്നുള്ള അർത്ഥത്തിൽ അവർ വെക്കുന്ന ആ സുഗന്ധവ്യഞ്ജനങ്ങൾ ഈ കൊട്ടാരത്തിലുള്ള ആൾക്കാർ മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുകയാണ് എന്ന് അറിയുന്ന കാന്താരയിലുള്ള ആൾക്കാർ അവർ സ്വന്തമായി കച്ചവടം നടത്താനായി തീരുമാനിക്കുന്നു. അങ്ങനെ ഇവിടെയുള്ള ഭൂപ എന്നെല്ലാം വിളിക്കുന്ന ചില ആളുകളുമായി ചേർന്നുകൊണ്ട് ഇവർ കൊട്ടാരത്തിലുള്ള തടങ്കലിൽ നിന്ന് രക്ഷപ്പെടുകയും അങ്ങനെ ഈ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് പല കാര്യങ്ങൾ സമ്പാദിക്കുകയും മറ്റും ചെയ്യുന്നു. ഇങ്ങനെ കൂടുതൽ കച്ചവടം നടത്തുന്നതിനായി കൂടുതൽ സാധനങ്ങൾ ശേഖരിക്കുന്നതിനായി ഇവർ ഉൾക്കാട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് ആ ഒരു പുലിദൈവം ഇവരുടെ മുന്നിലേക്ക് വരികയും ആ സമയത്ത് പണ്ട് ഇവർ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ആ വെള്ളത്തിൽ വീണ കല്ല് വീണ്ടും ഇവർക്ക് കിട്ടുകയും ആ പുൽദൈവത്തിന്റെ പുറകെ വീണ്ടും പോവുകയും ചെയ്യുന്ന സമയത്ത് പണ്ട് ദിഗ്ബന്ധനം നടത്തി കടപ്പയിലുള്ള ആൾക്കാരെയും ഇവരെയും തമ്മിൽ അകറ്റി നിർത്തുന്നതിനായി ദിഗ്ബന്ധനം നടത്തിയിരുന്ന ആ കുട്ടിത്തേവാങ്ങുകളെ മറ്റും കാണുകയും ബർമി ആ കുട്ടിത്തേവാങ്ങിനെ വലിച്ച് താഴേക്കിടുന്ന സമയത്ത് ദിഗ്ബന്ധനം തകരുകയും കടപ്പാദിക്കിലുള്ളവർക്ക് ഇവരെ നേരിട്ട് ആക്രമിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഇവർ കൊട്ടാരത്തിലേക്ക് കച്ചവടത്തിനായി വരുന്ന സമയത്ത് തന്നെ ബർമിയെ കനകാവതി കാണുകയും ബർമിയെ കനകാവതിക്ക് ഇഷ്ടമായെന്നും അവൾ ബർമിയോട് ഒരുപാട് അടുക്കാൻ ശ്രമിക്കുന്നതായിട്ടുമെല്ലാം കാണിക്കുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ബർമിയെയും കാന്താരയെയും തോൽപ്പിക്കാൻ വേണ്ടി തന്റെ മുത്തച്ഛന്റെ ആത്മാവിനെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ദൈവ സാന്നിധ്യമുള്ള ബർമിയുടെ മുടിയും നഖവുമെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് കാണിക്കുന്നു. കൂടാതെ ഇതേ കനകാവതി തന്നെ തന്റെ ജ്യേഷ്ഠനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇളക്കി വിട്ടുകൊണ്ട് കാന്താരയെ ആക്രമിക്കാനായി പ്രേരിപ്പിക്കുകയും മറ്റും ചെയ്യുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ കുലശേഖരൻ എന്ന ആ ഒരു ക്യാരക്ടർ കാന്താരയിലേക്ക് ആക്രമിക്കാനായി ചെല്ലുകയും അവിടെയുള്ള ആൾക്കാരെയെല്ലാം കൊന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് കാന്താരയിൽ കച്ചവടത്തിനായി പോയി തിരികെ വന്നുകൊണ്ടിരിക്കുന്ന ബർമി കണ്ണിൽ ചെവിവയ്ക്കുന്ന സമയത്ത് അവിടെയുള്ള സംഭവങ്ങളെ പറ്റി കേൾക്കുകയും കാന്താരയിലേക്ക് ഓടി വരികയും ചെയ്യുന്നത്. ആ സമയം കുലശേഖരൻ ബർമിയുടെ അമ്മയെ കൊല്ലുകയും പെട്ടെന്ന് ആ ഒരു കിണറിന്റെ മുകളിലൂടെ ചാടി വരുന്ന ബർമിയുടെ ദേഹത്തേക്ക് ഗുളികൻ കയറുകയും ബർമി ഗുളികന്റെ പല രൂപങ്ങൾ കാണിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാവരെയും കൊല്ലുകയും കുലശേഖരന്റെ മൃതദേഹം കൊട്ടാരത്തിലേക്ക് കുതിരപ്പുറത്ത് അയക്കുകയും ചെയ്യുന്നു. ഈ സമയം കൊട്ടാരത്തിലെ അമ്പലത്തിൽ സ്ഥാപിക്കാനായി വെച്ചിരുന്ന ആ ഒരു വിഗ്രഹത്തിൽ വിള്ളൽ വീണിരിക്കുന്നതായി കാണുന്നു. അപ്പോൾ പൂജാരികളും മറ്റും പറയുന്നത് കാന്താരയിലുള്ള ആൾക്കാരെ ഉപദ്രവിച്ചതുകൊണ്ട് കാന്താരയിലുള്ള ആൾക്കാരുടെ അടുത്ത് ദൈവങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് അവരെ ഉപദ്രവിച്ചതുകൊണ്ട് ദൈവങ്ങൾക്ക് ഇവിടെ കുടിയിരിക്കാൻ സാധിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ കാന്താരയിലുള്ള ദൈവങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നുമാണ് പറയുന്നത്. സോ മറ്റു മാർഗമില്ലാതെ കനകാവതി കാന്താരയിലേക്ക് എത്തുകയും കദംബറുടെ കീഴിലുള്ള മറ്റ് നാട്ടുരാജ്യങ്ങളുടെ കീഴിൽ തങ്ങൾ നാണം കെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ദൈവങ്ങളെയും മറ്റും തരണമെന്ന് പറയുകയും അങ്ങനെ പഞ്ചുർലി ഒരാളുടെ ദേഹത്ത് കയറുകയും അയാൾ ദൈവങ്ങളെ കൊടുക്കാനായി സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കാന്താരയിലുള്ളവർ ആ ദൈവങ്ങളെ എല്ലാം കൂട്ടി ബാംഗ്രയിലേക്ക് എത്തുകയും അവിടേക്ക് കദംബറുടെ ഒരാൾ വരികയും ആ ചടങ്ങുകളെല്ലാം തുടങ്ങുകയും അങ്ങനെ ബാംഗ്രയിലുള്ളവരും കാന്താരയിലുള്ളവരും ഒന്നിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാന്താരയിലുള്ള ദൈവങ്ങളെല്ലാം തങ്ങളുടെ അടുത്തായതിനു ശേഷം കഥപ്പാതിക്കിലുള്ള ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ദുർമന്ത്രവാദങ്ങളും മറ്റും നടത്തി ദിഗ്ബന്ധനത്തിലൂടെ ആ ദൈവങ്ങളെല്ലാം ഇവർ ബന്ധനത്തിലാക്കുന്നു. ഇതാണ് ആ തേവാങ്ങുകളെല്ലാം വന്നുകൊണ്ട് ആ കല്ലുകൾക്ക് ചുറ്റും ഇരിക്കുന്നതായിട്ടും ആ സമയം അതിനു മുന്നിലുള്ള വിളക്കുകൾ കെട്ടുപോകുന്നതായിട്ടും കാണിക്കുന്നത്. എന്നാൽ ഇതിനുശേഷം ഒരു ദിവസം രാജാവ് കിടന്നുറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു കാട്ടുപന്നിക്കുഞ്ഞ് വരികയും അതിന്റെ പിന്നാലെ പോകുന്ന രാജാവ് മായാരൂപൻ അല്ലെങ്കിൽ കുരഗജ ആ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നതായും രാജാവിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് നീ അധർമ്മം ചെയ്യാനായി ദൈവത്തെ കൂട്ടുപിടിക്കുന്നു എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ കാന്താരയിൽ ബർമിയും മറ്റൊരു സ്വപ്നം കാണുന്നു. അതായത് കടപ്പാതിക്കിലുള്ളവർ ദുർമന്ത്രവാദം നടത്തി ആ ഒരു മായാരൂപനെ ബന്ധനത്തിലാക്കിയിരിക്കുന്നു എന്നതാണ് ബർമി സ്വപ്നം കാണുന്നത്. അതായത് ദിഗ്ബന്ധനം നടക്കുന്നു എന്നതിന്റെ ഒരു സൂചന പോലെ. ഇതിനുശേഷം പിറ്റേന്ന് രാവിലെ എണീക്കുന്ന ബർമി കാണുന്നത് കാന്താരയിലുള്ള പല കുട്ടികൾക്കും പലവിധ അസുഖങ്ങൾ വന്നു പെട്ടിട്ടുള്ളതായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കാരണങ്ങൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇവരുടെ ദൈവങ്ങളെ ദിഗ്ബന്ധനത്തിൽ ആക്കിയിരിക്കുകയാണെന്നും ഇതിനെല്ലാം പിന്നിൽ കനകാവതിയാണെന്നും ബർമിക്ക് മനസ്സിലാകുന്നു. സോ ഇതിലൂടെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ബർമിയും കാന്താരയിലുള്ള മറ്റുള്ള ആളുകളെല്ലാം കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും അവിടെ ഒരു ഘോര യുദ്ധം നടക്കുകയും ചെയ്യുന്നു. ഈ സമയം കനകാവതി തന്റെ മുത്തച്ഛന്റെ ആത്മാവിനെ തന്റെ അച്ഛന്റെ ശരീരത്തിലേക്ക് കയറ്റുകയും അങ്ങനെ 3 തലമുറകൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ബർമിയോടും കാന്താരയോടും പോരാടുന്നു. ഈ സമയം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ബാംഗ്രയിലെയും കടപ്പാതിക്കുള്ള ആൾക്കാരുടെയും അംശങ്ങൾ ചേർന്നിട്ടുള്ള കനകാവതിയാണ്. സോ മറ്റുള്ള ദൈവങ്ങളെല്ലാം ദിഗ്ബന്ധനത്തിലൂടെ തടഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ബർമിക്കും കാന്താരയിലുള്ള ആൾക്കാർക്കും കനകാവതിയോടും മുത്തച്ഛന്റെ ആത്മാവിന്റെ മുന്നിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നു. ഈ സമയത്താണ് കൊരഗജ അഥവാ മായാരൂപൻ അങ്ങോട്ടേക്ക് വരുന്നതും ബർമിയോട് നിന്റെ ജന്മലക്ഷ്യം എന്താണെന്ന്
തിരിച്ചറിയാനുള്ള സമയമായിരിക്കുന്നു, നീ ആ സ്ഥലത്തേക്ക് തിരിച്ചു പോകണം, ഗംഗ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ബർമി തിരിച്ച് താൻ ജനിച്ചു വീണിട്ടുള്ള ആ ഒരു കിണറ്റിലേക്ക് തന്നെ എത്തപ്പെടുകയും അവിടേക്ക് ഗംഗ ഒഴുകി വരികയും ആ സമയം അവിടെ ആ ശിവലിംഗം കാണപ്പെടുകയും ചെയ്യുന്നു. ഇതേ സമയത്താണ് ഇവരൊരു കെട്ടുകഥയെന്ന് കരുതിയിരുന്ന ബ്രഹ്മരാക്ഷസനെ അവിടെ വെച്ച് കാണുന്നത്. ആ സമയം ബ്രഹ്മരാക്ഷസൻ ആ കഥകളിൽ പറഞ്ഞിരുന്നത് പോലെ ആ മുടി നിവർത്തുന്ന ജോലിയിലായിരുന്നു. സോ തന്റെ ജോലി തടസ്സപ്പെട്ടതുകൊണ്ട് ബ്രഹ്മരാക്ഷസൻ ബർമിയെ ഉപദ്രവിക്കുകയും കൊല്ലാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ബ്രഹ്മരാക്ഷസൻ എടുത്തെറിയുന്ന ബർമി ആ ഒരു തൃശൂലത്തിൽ കയറി പിടിക്കുകയും ആ സമയം പാമ്പെല്ലാം ചുറ്റിക്കൊണ്ട് ആ ഒരു ശിവന്റെ രൂപമായി തന്നെ ബർമി മാറുകയും അത് കണ്ടുകൊണ്ട് ബ്രഹ്മരാക്ഷസൻ തൊഴുകയോടെ നിൽക്കുകയും ചെയ്യുന്നു. സോ ആ ഒരു ബർമി തൃശൂലമെടുത്ത് തറയിൽ കുത്തുന്ന സമയത്ത് ആ ദിഗ്ബന്ധനമെല്ലാം തകരുന്നതായും ആ കല്ലുകളുടെ എല്ലാം മുന്നിലിരുന്ന തേവാങ്ങുകളെല്ലാം തെറിച്ചു പോകുന്നതായും വിളക്കുകളെല്ലാം തെളിയുന്നതായും കാണിക്കുന്നു. സോ ഇതിനുശേഷമാണ് ആ ദൈവഗണങ്ങളെല്ലാം തീഗോളമായി വീണ്ടും ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അവിടെ ആദ്യം പഞ്ചുർലിയുടെ രൂപം വരികയും പഞ്ചുർലിയിൽ നിന്നും പുലിച്ചാമുണ്ടിയും ഗുളികനും പുറത്തേക്ക് വരികയുമാണ് ചെയ്യുന്നത്. ശേഷം ആദ്യം ഗുളികൻ ആ ഒരു കടപ്പാതിക്കുള്ള ആൾക്കാരുടെ നേതാവിനെ കൊല്ലുകയും പിന്നീട് കനകാവതിയുടെയും അച്ഛന്റെയും മുന്നിലേക്ക് വരികയും ആ സമയം കനകാവതി, നീ ഇങ്ങനെ ദേഹത്ത് ചാരമെല്ലാം തേച്ച് വന്നതുകൊണ്ട് ദൈവഗണമൊന്നും ആകുകയില്ല, ജന്മം കൊടുക്കാനുള്ള അവകാശം സ്ത്രീക്ക് മാത്രമാണെന്ന് പറയുകയും അതുകൊണ്ട് ഗുളികൻ പുറകിലേക്ക് മാറുകയും ചാമുണ്ടി വന്ന് നിന്നെ കൊല്ലുമെന്ന് പറയുകയും ബർമയുടെ ശരീരത്തിലേക്ക് ചാമുണ്ടി വന്ന് കയറുകയും ചാമുണ്ടിക്ക് കോഴിയെ ബലി കൊടുക്കുന്നത് പോലെ ചാമുണ്ടി കനകാവതിയുടെ തല കോഴിയെ കൊല്ലുന്നത് പോലെ തിരിച്ചു കൊല്ലുകയും ചെയ്യുന്നു. അതിനുശേഷം ജയറാമിന്റെ ക്യാരക്ടറിനെ തൃശൂലം കുത്തി കൊന്നുകൊണ്ട് ആ യുദ്ധം അവസാനിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ അവസാനമായി കാണുന്നത് രണ്ടുപേർ ഒരുമിച്ച് തെയ്യം കളിക്കുന്നതായിട്ടാണ്. അതായത് ഗുളികനും പഞ്ചുർലിയും. ഈ പഞ്ചുർലിയും ഗുളികനും എപ്പോഴും ഒന്നിച്ച് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചത്. ശേഷം ഗുളികൻ അവിടെയുള്ള ആൾക്കാരുടെ എല്ലാം കൈകൾ തന്റെ ദേഹത്തേക്ക് പിടിച്ചു വെച്ചുകൊണ്ട് ആ കൈകളെല്ലാം പഞ്ചുർലിയെ ഏൽപ്പിക്കുകയും പഞ്ചുർലി ശരിയെന്നുള്ള അർത്ഥം കാണിക്കുകയും ഗുളികൻ ആ ഒരു കിണറ്റിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതായത് ബർമയിലൂടെ ഉണ്ടായിരുന്ന ഗുളികന്റെ അവതാര ലക്ഷ്യം നിറവേറ്റിയതിനു ശേഷം തിരിച്ച് താൻ വന്നിട്ടുള്ള ആ ഒരു കിണറിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം സിനിമയുടെ ഏറ്റവും ഒടുവിൽ ആ ഒരു കുട്ടി പണ്ട് അവിടെ ആ കിണറാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിലവിൽ ആദ്യ ചിത്രത്തിൽ നമ്മൾ കണ്ട ആ സ്ഥലത്ത് എന്തുകൊണ്ട് ആ കിണർ ഇല്ല എന്ന് ചോദിക്കുന്നു. സോ അതിന്റെ കഥ അടുത്തൊരു ഭാഗത്ത് പറയാമെന്നുള്ള രീതിയിലാണ് സിനിമ നിർത്തുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന കിണർ എങ്ങനെയാണ് മൂടപ്പെട്ടത്? ആ ബ്രഹ്മരക്ഷസനെ കൊല്ലാൻ വേണ്ടി കാന്താരയിലുള്ള ആൾക്കാർ തന്നെയാണോ? ഇനി അതല്ല, ആ രാജാക്കന്മാരുടെ ആൾക്കാർ ബ്രഹ്മരക്ഷസനെ ഇല്ലാതാക്കാൻ ചെയ്തതാണോ? ഇനി മറ്റൊരു യുദ്ധം ഉണ്ടായ സമയത്ത് കാന്താരയിലുള്ള ആൾക്കാരും രാജാക്കന്മാരുമായി ഒരു യുദ്ധം ഉണ്ടായ സമയത്ത് ആ ഗുളികനെയുമെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ആ കിണർ നശിപ്പിച്ചതാണോ? എന്നീ കാര്യങ്ങളെല്ലാം അടുത്ത ചിത്രത്തിൽ നമുക്കറിയാം എന്ന രീതിയിലാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ഇതാണ് ഈ സിനിമയുടെ ഒരു പൂർണ്ണരൂപം. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സിനിമയും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.